വില കൂടിയ കാറുകളിലും AC റൂമിലും കഴിഞ്ഞവനാ ഞാൻ. ഇപ്പൊ ഇതാ ഭിക്ഷക്കാരനെ പോലെ ജോലി ചെയ്യുന്നു. അബിയെയും വസുവിനെയും കൊന്നിട്ട് ജീവിതം ആസ്വദിക്കണം. രാജാ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്തിനാ നിങ്ങൾ വിളിക്കുന്നേ? നീ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തിനു വന്നു എന്നല്ല, നീ എന്തിനു വന്നു? ആരെങ്കിലും കണ്ടാൽ കുഴപ്പമാവും. നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ പോന്നല്ല സുമാ. ശരി, പൊയ്ക്കോ. നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. നേരത്തെ നിങ്ങൾ എന്റെ കൈ തൊട്ടപ്പോ എന്റെ ഫിറ്റ്സ് ഒക്കെ ശരിയായി. ഫിലമെന്റ് കത്തുന്നത് പോലെ എന്റെ ശരീരത്തിലേക്ക് കറണ്ട് പാസ് ചെയ്തു. ഞാൻ വളരെ ടയേർഡായിരിക്കുക. എന്താ രാജാ? രാജ ടയേർഡായോ? വിശക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു മിനിറ്റ് നിക്കേ. നിങ്ങൾക്ക് വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സും ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ട് രാജ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ ആരോഗ്യം കിട്ടും. ഈ ജ്യൂസ് കുടിച്ചാൽ ക്ഷീണവും മാറും. താങ്ക്സ് സുമ. പെട്ടെന്നിങ്ങതാ. തരില്ല, ഞാൻ തന്നെ ഓരോന്ന് വാരിത്തരാം. രാജ കഴിക്കണം. വേണ്ട സുമ. അല്ല, ആരെങ്കിലും കണ്ടാലോ? ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ എന്റെ രാജ, ഞാൻ നിങ്ങളുടെ റാണി. നിങ്ങളും ഞാനും തമ്മിൽ തമ്മിൽ ഒന്നിക്കേണ്ടവരാ. ഈ ജ്യൂസ് കുടിക്കേ. ഇനി മതി. നിങ്ങൾക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും തന്നു, ജ്യൂസും കുടിപ്പിച്ചു. ഇനി നിങ്ങൾ എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സും എടുത്തു തന്ന് ജ്യൂസ് കുടിപ്പിക്കോ? എന്റെ അമ്മോ, എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നു? എന്താ രാജ ആലോചിക്കുന്നേ? ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവൂന്ന്. എന്തിനാ വീണ്ടും വീണ്ടും അങ്ങനെ പറയുന്നേ? ആര് കണ്ടാൽ നമുക്കെന്താ? നമ്മൾ പ്രണയപക്ഷികളാ. നമുക്കാരും തടസ്സമല്ല. വാരിത്താ രാജ, കുടിപ്പിച്ചുതാ. പ്രണയത്തിനിടയ്ക്ക് ഇതുപോലത്തെ സ്വീറ്റ് തിങ്സുകൾ വേണം രാജ. ഇതിനാണ് ലവ് മെമ്മറീസ് എന്ന് പറയുന്നത്. അവരുടെ ഒടുക്കത്തെ ലവ് മെമ്മറീസ് എല്ലാം എന്റെ തലയിലെഴുത്താ. ഞാൻ അബിയും വസുവിനെയും കൊല്ലാനായി വന്നതാ. ഇപ്പോൾ ഇവൾ എന്നെ കൊല്ലുമെന്നാ തോന്നുന്നത്. വിഷമായോ രാജ? എനിക്കടിക്കില്ല. ഈ ജ്യൂസ് കൂടി കുടിപ്പിക്ക്, ഞാൻ വയ്ക്കാം. നിനക്ക് ജ്യൂസ് അല്ല, വിഷം തരാൻ പോവുകയാ. രാക്ഷസ പ്രണയോ നിങ്ങളത്? രാക്ഷസ പ്രേമം എന്റേതല്ല, നിന്റേതാ പിശാച്. ശരി, പോയിട്ട് വരെ. റെസ്റ്റ് എടുത്തോ. എക്സ്ക്യൂസ് മീ സാർ. എന്താ രഘു? എനിക്ക് വീട് വരെ പോകണമായിരുന്നു. ഇനിയും 2 മണിക്കൂറോടെ ഉണ്ടല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങണമായിരുന്നു. അതിന് ഷോപ്പിങ്ങിന് പോകണം. നാളെ അതിനാ ഹോളിഡേ ആണല്ലോ. വൈഫിനെയും കൊണ്ട് നാളെ ഷോപ്പിങ്ങിന് പോയാൽ പോരെ? അത് അവളോട് പറയാതെ സാരി വാങ്ങിക്കൊണ്ടുപോയി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാ. നാളെ ഷോപ്പിങ്ങിന് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാരി വാങ്ങി കൊടുത്താൽ വൈഫ് കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കില്ലേ? നമ്മളെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് സാർ. പെട്ടെന്നൊരു സാരി വാങ്ങിയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ത്രില്ലൊന്ന് വേറെയല്ലേ സാർ? എന്താ രഘു, ഓഫീസിൽ വർക്കുള്ളപ്പോ? ഏട്ടാ, അവൻ പോയിട്ട് വരട്ടെ. രഘു, യു ഗോ, ടേക്ക് എ ബ്രേക്ക്. താങ്ക് യു സാർ. വീട്ടു ജോലികളും അഖിലിനെയൊക്കെ നോക്കി വസുന്ധര ഒരുപാട് ടയേർഡായിരിക്കുമോ? ഞാൻ അവൾക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്താൽ അവൾ ഒരുപാട് ത്രില്ലാവും. ഏട്ടാ, ഞാനൊന്ന് ഇറങ്ങാണേ. നീ ഇവിടെ പോ അബി. അത് പിന്നെ ഏട്ടാ, എനിക്കൊരു ക്ലയന്റിനെ കാണണം. അതിന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ പോരെ? അത് വലിയൊരു ക്ലയന്റ് ആണ് ഏട്ടാ. ഞാൻ അങ്ങോട്ട് തന്നെ പോയി കാണണം. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം അബി. രണ്ടുപേരൊന്നും വേണ്ട ഏട്ടാ, ഞാൻ മാത്രം പോയാൽ മതി. എടാ, ഞാനും കൂടെ വരികയാണെങ്കിൽ ഇത്രയും വലിയ ക്ലയൻസിനോടൊക്കെ എങ്ങനെയാ പെരുമാറേണ്ടത് പഠിക്കാമല്ലോ. എന്തു പറ്റി അബി? ഞാൻ വരുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വസുന്ധരയ്ക്ക് സാരി വാങ്ങാൻ വേണ്ടി ഞാൻ എങ്ങനെ ഏട്ടനെ കൊണ്ടുപോവുക? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല അബി. ഒരു ക്ലയന്റിനെ കാണാൻ എന്തിനാട്ടാ രണ്ടുപേര്? അതും ശരിയാണ്.
ഞാൻ എന്തായാലും ഓഫീസിലിരുന്ന് ഓഫീസ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. നീ ഷോപ്പിങ്ങിന് പോയിട്ട് വാ. ഓക്കെ ഏട്ടാ. എന്ത് ഷോപ്പിംഗ് ഏട്ടാ? എനിക്ക് മനസ്സിലായി ബി. രഘു പെർമിഷൻ ചോദിക്കാൻ വന്നപ്പോഴേ നിന്റെ എക്സ്പ്രഷൻ ഞാൻ ശ്രദ്ധിച്ചതാ. ഏട്ടനൊരു ജീനിയസാ. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് ഇങ്ങോട്ടല്ല, വീട്ടിലേക്ക് പോയാൽ മതി. ശരി ഏട്ടാ. ഇവിടെ എല്ലാം ഓക്കെയാണ് മമ്മി. മമ്മി വെറുതെ ടെൻഷൻ ആവണ്ട. ഹാപ്പി ആയിട്ട് മമ്മിയുടെ കാര്യങ്ങൾ ചെയ്തോ. ഒരുപാട് കാശ് കൊടുത്താ ഈ താലി സ്വന്താക്കിയത്. എന്റെ രാജയുടെ പ്രതികാരത്തിന് ശേഷം കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഈ താലി എന്റെ രാജയെ കൊണ്ട് അണിയിപ്പിക്കണം. ചെറിയച്ച ഫാൻ. അഖിൽ, അഖിൽ. കാർത്തിക, ചെറിയച്ച കാർത്തിക, നിനക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? കാർത്തിക, അഖിൽ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല ഏടത്തി. എത്ര വലിയ അപകടം ഒഴിവായത്. അമ്മേ, ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് ചോര വരുന്നു. ഉണ്ണി, നീ വേഗം ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. ശരി. ബ്ലഡ് വരുന്നുണ്ടല്ലോ. കാർത്തിക, അഖിലിനെ രക്ഷിക്കാൻ പോയിട്ട് നീ നിന്നെ കൈ മുറിച്ചല്ലോടി. ഒരുപാട് രക്തം പോകുന്ന കണ്ടില്ലേ? എടാ ഉണ്ണി, വേഗം കൊണ്ടുപോടാ. ദാ അമ്മേ. നല്ല വേദനയുണ്ടോ കാർത്തിക്? കുഴപ്പമില്ല ഏട്ടത്തി. അഖിലിനൊന്നും പറ്റിയില്ലല്ലോ. സന്തോഷമുണ്ട് എനിക്ക്. കറക്റ്റ് സമയത്ത് ഉണ്ണി കണ്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അഖിൽ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനിയായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായേനെ. കാർത്തിക രക്ഷിച്ചത് കൊണ്ടാ അഖിലിന് ഒരു ആപത്തും പറ്റാഞ്ഞത്. കാർത്തികപ്പ ഇല്ലായിരുന്നെങ്കിൽ അഖിലിന്റെ തല പൊട്ടിയേനെ. നിന്റെ ഭർത്താവിനെ നീ രക്ഷിച്ചിരിക്കുക കാർത്തിക. അന്ന് അഖിൽ നിന്റെ ജീവൻ രക്ഷിച്ചു. ഇന്ന് അഖിലിന്റെ ജീവൻ നീ രക്ഷിച്ചിരിക്കുക. നിങ്ങൾ പരസ്പരം സേവ് ചെയ്തിരിക്കുക. അല്ലേ ഈ ഫാൻ എങ്ങനെയാ താഴെ വീണത്? ഇത് രാജയുടെ പണിയൊന്നല്ലല്ലോ. മാത്രല്ല രാജയ്ക്ക് പ്രതികാരം ചെയ്യേണ്ടത് അബിയോടും വസുവിനോടും അല്ലേ, അഖിലിനോടൊന്നും അല്ലല്ലോ. ഏതെങ്കിലും ബോൾട്ട് ലൂസ് ആയതായിരിക്കും. ഇളയമേ, ആ രാജുവിനോടൊന്ന് പറഞ്ഞ ഈ ഫാൻ ഒന്ന് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറയോ?
അവസാനം നിങ്ങളുടെ റൂമില് ലൂസാക്കിടാൻ ഞാൻ പറയും. നീയും അഭി തല പൊട്ടി ചാവണം. ചെറിയച്ഛനൊന്നും പറ്റിയില്ല മക്കളെ. നിങ്ങൾ രണ്ടാളും പോയിരുന്ന് പഠിച്ചോ. നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് കാർത്തിക. അഖിൽ, ഇവളൊന്ന് നോക്കിക്കൊള്ളണേ. ശരി എടുത്തി. ഞാനും ചേച്ചിയും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് വരാം. വാ ചേച്ചി പോവാം. കണ്ടോ കാർത്തിക, നിനക്കൊരു ആപത്ത് സംഭവിച്ചപ്പോ എന്റെ ഏടത്തിമാരെ എത്ര നന്നായിട്ട് നിന്നെ നോക്കുന്നേന്ന്. അവരെന്ത് നോക്കിയെന്നാ നീ പറഞ്ഞു വരുന്നേ? മുറിവ് തുടച്ച് ഒരു കെട്ടുവെച്ചതിനാണോ? ഈ ജോലിയൊക്കെ ആർക്ക് വേണേലും ചെയ്യാം. ഇതൊക്കെ അത്ര വലിയ കാര്യാണോടാ? പിന്നെ നിങ്ങളെന്താ അത് ചെയ്യാത്തത്? ഞാൻ ചെയ്യുന്നതിന് മുന്നേ അവരതങ്ങ് ചെയ്തു. അവർക്കിതൊക്കെ നാടകമാ, ഓവർ ആക്ഷൻ. കാർത്തികയുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം കിട്ടാൻ വേണ്ടി രണ്ട് ഏടത്തിമാരും കൂടി അഭിനയിച്ച് മരിക്കുന്നതാ. നിങ്ങൾ നന്നാവില്ല അല്ലേ? എന്റെ മുന്നിൽ വെച്ച് ഏട്ടത്തിമാരെ കുറിച്ച് ഇവരോട് മോശമായിട്ട് സംസാരിക്കാം. ഞാൻ സത്യമാടാ പറയുന്നേ. ഇല്ല ആന്റി, ഭാവന ഏട്ടത്തിയും വസുവേട്ടത്തിയും ആദ്യം മുതലേ എന്നോട് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഞാനാ വെറുതെ അവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. വസുവേട്ടത്തിയും ഭാവനേട്ടത്തിയും എന്നെ ഒരു സഹോദരിയെ പോലെയാ കണ്ടിട്ടുള്ളത്. എനിക്ക് എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനാ എന്റെ അറിവുകേട് കാരണം എന്റെ ഏട്ടത്തിമാരെ തെറ്റിദ്ധരിച്ചത്. ഇവളുടെ മനസ്സെന്താ പെട്ടെന്ന് ഇങ്ങനെ മാറിയത്? കാർത്തിക, നീ ശരിക്കും പറഞ്ഞാണ് ഇതൊക്കെ? അതെ അഖിൽ, എന്റെ ഏട്ടത്തിമാരെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകി. എപ്പോഴും നിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഏട്ടത്തിമാര് ഇന്ന് നിനക്ക് ഇത്രയും വലിയ ആപത്ത് ഒഴിവായെങ്കിലും എന്റെ കാര്യങ്ങളാ നോക്കിയത്. എന്റെ മുറിവ് അവര് കെട്ടിത്തന്നു. ഞാൻ നിന്നെ രക്ഷിച്ചതുകൊണ്ട് അവനെന്നെ പുകഴ്ത്തി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമായി. എടി മഹാഭാവി, അതൊക്കെ ശരിക്കുള്ള സ്നേഹാണെന്ന് ഒറ്റയടിക്കങ്ങ് വിശ്വസിച്ചോ? ഇവളത് മനസ്സിലാക്കി. ഇനി നിങ്ങളാ നിങ്ങളുടെ കണ്ണ് തുറക്കേണ്ടത്. നല്ലൊരു മനുഷ്യനെ ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ വീട്ടില് ഫുഡോ സ്ഥാനോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടും കൂടി ചേർന്ന് എന്നെ ഒതുക്കുകയാണല്ലേ? ഞാനുള്ളപ്പോ നിങ്ങൾ സമാധാനത്തോടെ കഴിയുന്നത് എനിക്ക് കാണണം. നിങ്ങൾ 3 ജോഡികളെ പിരിച്ച് ഈ കുടുംബത്തെ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സുമംഗലി എന്നായിരിക്കില്ല. എന്താ താളെ നിന്ന് പിറുപിറുക്കുന്നേ? ഒന്നുമില്ലടാ. നിങ്ങൾ എത്ര നാളത്തേക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാനാ? 1 മാസത്തിന് ശേഷം എല്ലാവരും അവരവരുടെ വഴിക്ക് പോകും. പുതിയ സാരിയോ? എനിക്ക് വേണ്ടി വാങ്ങിട്ട് വന്നതാ. പിന്നെന്താ എന്റെ കയ്യിൽ തരാതെ ഇവിടെ വെച്ചിരിക്കുന്നു? എന്തിനാ എത്ര ബിൽഡപ്പ്? ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്.
വസുന്ധര സാരി കണ്ടു കാണുമോ? കണ്ടിരുന്നെങ്കിൽ അവൾ ഉറപ്പായി സർപ്രൈസ് ആവുമായിരുന്നു. ഹാപ്പി ആയിട്ടെന്ന് എനിക്ക് താങ്ക്സ് പറയുമായിരുന്നു. ഇതെന്താ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ പോകുന്നത്? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു പ്രയോജനമില്ല. ഞാൻ തന്നെ ചോദിക്കുന്നത് ബെറ്റർ. ആ വസു, എന്താ ഏട്ടാ? താനെന്തെങ്കിലും കണ്ടായിരുന്നോ? എന്ത് കണ്ടായിരുന്നു? ആ അതെ, ആ ബെഡില് ചേട്ടാ ആ സാരി കാണുന്നില്ലല്ലോ. എവിടെ പോയി? വസുന്ധര, ആ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കവർ മാറ്റണമെന്നാണോ? എന്താ ഏട്ടാ? അല്ല അതല്ല, ആ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റിന്റെ കളർ കൊള്ളില്ലെന്നാണോ? അയ്യോ അതൊന്നും അല്ല. പിന്നെ വേറെന്താ? അത് സാരി. എന്ത് സാരി? അത് ഞാൻ വന്നപ്പോ ബെഡിന്റെ മുകളിൽ ഒരു സാരി വെച്ചിരുന്നു. താനത് കണ്ടില്ലേ? അയ്യോ, അത് പുതിയ സാരി ആയിരുന്നോ? മൈ ഗോഡ്, അത് പുതിയ സാരി ആയിരുന്നു. തനിക്ക് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിട്ട് വന്നതാ. പിന്നെന്താ എന്റെ കയ്യിൽ തരാതിരുന്നേ? അത് പിന്നെ തനിക്ക് സർപ്രൈസ് തരാന്നാ വിചാരിച്ച. സർപ്രൈസ് ആയിരുന്നില്ല, ഞാൻ ഷോക്ക് ആയിപ്പോയി. അല്ല എന്ത് പറ്റിയെന്നാ? അതേതോ പഴയ സാരിയാണെന്ന് കരുതി എന്റെ കയ്യിലുണ്ടായിരുന്ന പഴയ സാരികളുടെ കൂട്ടത്തില് പാത്രക്കാരന് കൊടുക്കാൻ വേണ്ടിട്ട് അത് ഞാൻ കെട്ടിപ്പെറുക്കി വെച്ചു. പുതിയ സാരി താൻ പഴയ സാരി എങ്ങനെയാ വിചാരിച്ചേ? അത് എനിക്കറിയില്ലല്ലോ. പുതിയ കവറിൽ പുതിയ സാരിയെ കാണും. താൻ കുറച്ച് ഓവറാണ് കേട്ടോ. പുതിയ കവറില് പുതിയ സാരി തന്നെ ഉണ്ടാവണമെന്നുണ്ടോ? പഴയ സാരി ആയിക്കൂടുന്നില്ലേ? അയ്യോ, തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് 3-4 കട കയറി വാങ്ങിട്ട് വന്നതാ സാരി. അറ്റ്ലീസ്റ്റ് തനിക്ക് കവറെങ്കിലും തുറന്നു നോക്കായിരുന്നില്ലേ? ആ പാത്രക്കാരന് കൊടുക്കാൻ വേണ്ടി കെട്ടി അങ്ങോട്ട് വെച്ചിരിക്കാ. ഏട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ, ഞാൻ സാരി ഒന്നും കെട്ടിപ്പെറുക്കി വെച്ചിട്ടില്ല. ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന കവർ ഞാൻ കണ്ടു. കവറിലുണ്ടായിരുന്ന സാരിയും ഞാൻ കണ്ടു. ഈ സാരിയല്ലേ? ഇത് തന്നെ. എനിക്ക് വേണ്ടി 4-5 കടകൾ കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടു വന്നതല്ലേ? കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് സന്തോഷിക്കുമായിരുന്നു എന്നറിയോ? ഒന്നും അറിയാത്ത പോലെ ആ ബെഡിൽ എന്തിനാ വെച്ചത്? അതല്ലേ ഞാൻ പറഞ്ഞത്, തനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തേ. അതിന് ഏട്ടനിപ്പോ സർപ്രൈസ് ആയില്ലേ? ആ ശരി, അത് വിട്ടേക്ക്. ഞാൻ വാങ്ങിയ സാരി എങ്ങനെയുണ്ട്? ഈ സാരി ഒരുപാട് നന്നായിട്ടുണ്ട്. രക്ഷപ്പെട്ടു. ഏട്ടന്റെ സെലക്ഷൻ സൂപ്പർ. കറക്റ്റ് ആയിട്ട് എനിക്ക് മാച്ച് ആകുന്ന സാരി തന്നെയാ വാങ്ങിയത്. താങ്ക്സ് എ ലോട്ട് വസുന്ധര. അല്ല, ഏട്ടൻ തനിച്ചു പോയതാണോ? അതോ ഏട്ടന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞ? ഏട്ടന് സാരി സെലക്ട് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ലല്ലോ. കറക്റ്റ് ആയിട്ട് എനിക്ക് മാച്ച് ആവുന്ന സാരി തന്നെ വാങ്ങിട്ട് വന്നില്ലേ? അല്ല, ഓഫീസിലെ ലേഡി സ്റ്റാഫ് ആരെങ്കിലും കൂട്ടിന് വന്നോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ പോയെ. പക്ഷെ എന്താന്ന് വെച്ചാലേ. എന്തെന്താന്ന് വെച്ചോ? ആ ഷോപ്പിലുണ്ടല്ലോ, കറക്റ്റ് തന്നെ പോലെ, തന്റെ കളർ, തന്റെ ഹൈറ്റ്, തന്റെ പേഴ്സണാലിറ്റി പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. അവരെ കണ്ട ഉടനെ കറക്റ്റ് താൻ തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചെ. ആക്ച്വലി ഇതിന്റെ കോയിൻസിഡൻസ് എന്താന്ന് വെച്ചാ, ആ കുട്ടിയുടെ പേരും വസു എന്നാ. വസു എന്നോ?